ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇതോടെ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യമായി. നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് അധികാര കൈമാറ്റം. നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായേക്കില്ല. തുടർച്ചയായി 2 തവണ ഉപമുഖ്യമന്ത്രി കസേരയിൽ ആഭ്യന്തരവും ധനകാര്യവും അടക്കം വകുപ്പുകൾ കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തോടെയാണ് സാമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത്. നിരീക്ഷകനായി എത്തിയ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. 2005-ൽ ബീഹാറിന്റെ അമരക്കാരനായ നിതീഷ് കുമാർ 2 മുന്നണികളിലായി മാറി 10 തവണയാണ് മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത്. ലെജിസ്ലേറ്റീവ് സഭയിലെ അംഗത്വം രാജിവെച്ച് രാജ്യസഭാംഗമായി ഒരാഴ്ച മുമ്പാണ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപമുഖ്യമന്ത്രിയാകാനില്ലെന്ന് നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് അറിയിച്ചതായിട്ടാണ് സൂചന. JDU-വിന് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. കുഷ്വ സമുദായ അംഗമായ സാമ്രാട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വാഴിക്കുന്നതോടെ OBC വോട്ടുകൾ ഭദ്രമാക്കാമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. RJD, JDU എന്നീ പാർട്ടികളിൽ പ്രവർത്തിച്ച ശേഷമാണ് സാമ്രാട്ട് BJP-യിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളാണ് സ്ഥാനലബ്ധിക്ക് തുണയായത്. NDA യോഗത്തിൽ നിതീഷ് കുമാറാണ് സാമ്രാട്ട് ചൌധരിയുടെ പേര് നിർദ്ദേശിച്ചത്. D. ധനസുമോത്, മീഡിയ 1, ഡൽഹി.